നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഭാ പ്രതിനിധി മണ്ഡല യോഗത്തിന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം. 3 ദിവസം നീളുന്ന സമ്മേളനം 29-ന് സമാപിക്കും. തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരുന്നു. സമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും പ്രവാചകന്മാരാവുകയാണ് ഓരോ വിശ്വാസിയുടെയും ദൗത്യമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മെത്രാപ്പൊലിത്ത ആഹ്വാനം ചെയ്തു. നീതിക്ക് വേണ്ടിയുള്ള കരച്ചിലാവണം സഭയുടെ ഹൃദയമിടിപ്പ്. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന ഇന്ത്യൻ യുവതയുടെ പ്രതിഷേധങ്ങൾക്ക് ലഭിച്ച ജനകീയ പിന്തുണയും വിജയവും ജനാധിപത്യത്തിന്റെ വിജയം കൂടിയായി. ജനവികാരം ഉൾക്കൊണ്ട് ഒടുവിൽ കേന്ദ്ര സർക്കാർ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടുകയും അഖിലേന്ത്യാ പരീക്ഷാ നടത്തിപ്പിൽ കുറ്റമറ്റ നടപടികൾക്ക് തയ്യാറായതും പ്രതീക്ഷ നൽകുന്നു. UAPA നിർബന്ധിത മതപരിവർത്തനം തടയൽ നിയമം, FCRA ഭേദഗതി ബിൽ തുടങ്ങിയ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളിലുണ്ടായ ആശങ്ക അകറ്റുവാൻ നടപടി ഉണ്ടാകണമെന്നും മെത്രാപ്പൊലിത്ത ആവശ്യപ്പെട്ടു. പ്രതിസന്ധികൾക്കിടയിലും സാധ്യതകളെ കാണുന്ന കണ്ണും വ്യത്യാസങ്ങൾക്കിടയിലും ഐക്യത്തെ അന്വേഷിക്കുന്ന ഹൃദയവും അനിശ്ചിതത്വങ്ങളുടെ ഇടയിലും ദൈവത്തിൻ്റെ പ്രത്യാശ അർപ്പിക്കുന്ന വിശ്വാസവും ഈ മണ്ഡലത്തിൻ്റെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വഴികാട്ടിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയോടെ ആരംഭിച്ച യോഗത്തിൽ സോണിയ ജോർജ് ധ്യാന പ്രസംഗം നടത്തി. ഡോക്ടർ യുവാക്കിം മാർ കൂർലോ സഫർഗൻ മെത്രാപ്പൊലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫർഗൻ മെത്രാപ്പൊലിത്ത, സഭയിലെ എല്ലാ എപ്പിസ്കോപ്പമാരും സഭാ സ്ഥാനികളും സഭാ കൗൺസിൽ അംഗങ്ങളും മണ്ഡലയോഗത്തിൽ പങ്കെടുത്തു. സഭയിൽ 3 മേൽപ്പട്ടക്കാരെ തെരഞ്ഞെടുക്കണമെന്ന സഭാ കൗൺസിൽ പ്രമേയം യോഗം പാസാക്കി. സഭാ സെക്രട്ടറി റവറൻ ഡേവി ടി മാമൻ 2025-26 വർഷത്തെ സഭയുടെ വാർഷിക റിപ്പോർട്ടും സഭയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരങ്ങൾക്കായി സമയം വിനിയോഗിച്ചു. 2ാം ദിവസം രാവിലെ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വിശുദ്ധ കുർബാന ക്രമീകരിച്ചു. 2026-27 വർഷത്തെ ബജറ്റ് അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട് അവതരിപ്പിച്ചു. മണ്ഡലയോഗത്തോടനുബന്ധിച്ച് സംഘർഷഭരിത ലോകത്തിലെ സമാധാന നിർമ്മിതി എന്ന വിഷയം ആസ്പദമാക്കി പ്രത്യേക പഠനവും ചർച്ചകളും നടന്നു. യുദ്ധങ്ങളും സംഘർഷങ്ങളും സാമൂഹിക ധ്രുവീകരണവും അസഹിഷ്ണുതയും വർദ്ധിച്ചുവരുന്ന സമകാലിക ലോക സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ സമാധാന നിർമ്മിതിയുടെ പ്രസക്തിയും സഭയുടെ ദൗത്യവും പഠനവിധേയമാക്കി. ഓഗസ്റ്റ് 8-ന് ഭദ്രാസന തലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ 29-ന് ഉച്ച കഴിഞ്ഞ് നടക്കും. വോട്ടെണ്ണലിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭ വികാരി ജനറലായിരുന്ന കോവൂർ ഐത്തോമ കത്തനാർ സ്മാരക VGM ഹാൾ നവീകരണാനന്തരം സമർപ്പിച്ചു. സമർപ്പണ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത നേതൃത്വം നൽകി. ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫർഗൻ മെത്രാപ്പൊലിത്ത, ഡോക്ടർ യുവാക്കിം മാർ കൂർലോ സഫർഗൻ മെത്രാപ്പൊലിത്ത, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, സക്രയസ് മാർ അപ്രൈം, ഡോക്ടർ ജോസഫ് മാർ റിവാനിയോസ് എന്നിവർ ശുശ്രൂഷയിൽ പങ്കെടുത്തു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ കോവൂർ ഐത്തോമ കത്തനാറുടെ സഭാ സേവനങ്ങളും നേതൃത്വവും അനുസ്മരിച്ച് സംസാരിച്ചു. VGM ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും വിവിധ വിധത്തിൽ സഹകരിക്കുകയും ചെയ്ത വ്യക്തികളെ ചടങ്ങിൽ മെമന്റോകൾ നൽകി ആദരിച്ചു. സഭയുടെ ലേറ്റ് ട്രസ്റ്റി ആൻഡ് ട്രഷറർ അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട് നന്ദി രേഖപ്പെടുത്തി. സഭയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കും യോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും കൂടുതൽ സൗകര്യപ്രദമായ വേദിയായി നവീകരിച്ച VGM ഹാൾ പ്രയോജനപ്പെടുമെന്ന് സഭാ സെക്രട്ടറി അറിയിച്ചു. മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പയുടെ 75-ാം ജന്മദിനത്തിന്റെ ഭാഗമായി ലൈറ്റ് ടു ലൈഫ് ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായി പെരുംചിലമ്പിൽ ആരംഭിച്ച വേളിമലൈ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. R. ചെല്ലസ്വാമി MLA മുഖ്യാതിഥിയായി. ഭദ്രാസന സെക്രട്ടറി റവറൻ ബിജു S. ചെറിയാൻ, ലൈറ്റ് ടു ലൈഫ് സെക്രട്ടറി റവറൻ സുനിൽ ചാക്കോ, സ്നേഹതീരം പ്രൊജക്ട് ഡയറക്ടർ റവറൻ ബിബിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. 70 കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. റവറൻ സിജിൻ തോമസ് പ്രൊജക്ട് ഡയറക്ടറായും ഇവാഞ്ചലിസ്റ്റ് സജി കുമാർ കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്റർ നേതൃത്വത്തിൽ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലിത്ത സ്മാരക പ്രഭാഷണം 30-ന് ഞായർ വൈകുന്നേരം 4 മണിക്ക് ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ നടത്തും. ഡോക്ടർ യുവാക്കിം മാർ കൂർലോ സഫർഗൻ മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈം പ്രഭാഷണം നടത്തും. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രവർത്തന ഫലമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇടവകളുടെ സഹകരണത്തിൽ സംഘത്തിന്റെ പ്രഗത്ഭ മിഷണറിയായിരുന്ന മണ്ഡപത്തിൽ PJ ജേക്കബ് കശീശായുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും അനുസ്മരണ പ്രഭാഷണവും ഓഗസ്റ്റ് 30-ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പുലരിക്കാട് സെന്റ് മാർക്സ് മാർത്തോമ പള്ളിയിൽ നടത്തും. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ സ്കോളർഷിപ്പ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നിർവഹിക്കും.
132ാമത് മാരാമൺ കൺവെൻഷൻ 2027 ഫെബ്രുവരി 14 മുതൽ 21 വരെ പമ്പാ നദിയുടെ വിശാലമായ മാരാമൺ മണൽപ്പുറത്ത് നടത്തുവാൻ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കൂടിയ സംഘം മാനേജിംഗ് കമ്മിറ്റി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് ഡെബി കെ ജോഷുവ അറിയിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ഷാലോം.